ഈ ഒരു ഐറ്റം വരുന്ന വരവ് കണ്ടോ, അത് നമ്മുടെ ബട്ടറാണ് കേട്ടോ. ഇത് വേറെ ഒന്നിനല്ല, ആ ഒരു ഐറ്റം ഉണ്ടാക്കാൻ ഇനി ഈ പഞ്ചായത്തിൽ ഞാൻ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. അതേ നമ്മുടെ മസ്ക ബൺ അല്ലെങ്കിൽ ബൺ മസ്കയോ എന്തായാലും നമുക്കത് ഉണ്ടാക്കാം. അപ്പോൾ ബട്ടർ എടുത്തപ്പോൾ മോനും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവനത് ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞ് പിടിവലി കൂടിയതാണ് കേട്ടോ കണ്ടത്. അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ബണ്ണിനെ ചൂടാക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഇതിപ്പോൾ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്നറിയാം. ഞാനായിട്ട് ഇനി അതിൻ്റെ റെസിപ്പി ആയിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നറിയാം. അപ്പോൾ റൂം ടെമ്പറേച്ചറിൽ നമ്മുടെ ബട്ടറിലേക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ആക്കിയിട്ട് നന്നായിട്ട് വിസ്കി എടുക്കാൻ പോവാണ്. പിന്നെ ഇപ്പോൾ ഇത് ടേസ്റ്റ് ഉണ്ടാവോ ഇല്ലേ എന്നുള്ളൊരു ഡൗട്ടൊന്നും വേണ്ടി വരില്ല. കാരണം ബട്ടറും മിൽക്ക് മെയ്ഡ് എന്ന് പറയുന്ന ആ ഒരു കോംബോ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാമല്ലോ അതിൻ്റെ ടേസ്റ്റ്. ഞാൻ മിക്സ് ആക്കുന്ന കണ്ടിട്ട് ആൾക്ക് എന്തോ ഒരു രസം തോന്നിയിട്ട് ആൾക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് വാങ്ങിക്കൊണ്ടുപോയതാണ് കേട്ടോ. ലാസ്റ്റ് മിക്സ് ചെയ്ത് ആൾക്ക് മതിയായി കഴിഞ്ഞപ്പോൾ എനിക്ക് എന്നെ തിരിച്ചു തന്നു. അങ്ങനെ നല്ലോണം വിസ്കി ഓൾമോസ്റ്റ് നമ്മുടെ ക്രീം സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അധികം ലൂസല്ല എന്നധികം ടൈറ്റ് അല്ലാത്തൊരു ടെക്സ്ചർ ആണല്ലോ അതിന് വേണ്ടത്. പിന്നെ ഇനി ഇതിൻ്റെ ഇടയിൽ കൂടെ ഇറാനി ചായയും കൂടി ഉണ്ടാക്കണം. ആ ചായയാണല്ലോ ഇതിന്റെ സ്പെഷ്യൽ. അപ്പൊ തട്ടി കൂട്ടിയത ഇറാനി ചായയും കൂടി സെറ്റ് ആക്കിയിട്ടുണ്ട്. ക്രീമൊക്കെ കഴിച്ചു നോക്കിയിട്ടുള്ള അഭിപ്രായമാണ് കേട്ടോ കുഞ്ഞി കൈകൊണ്ട് മുൻ കാണിക്കുന്നത്. അപ്പോൾ ഇതുണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണ് എടുക്കാനായിട്ട് നോക്കുക. അതാണ് ബെറ്റർ എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഞാൻ കിട്ടുന്നതിൽ വെച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുഞ്ഞു കൈകളിലേക്കാണ് ഫസ്റ്റ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ആദ്യം കുഞ്ഞു കൈകളുടെ അഭിപ്രായം അറിയാം. അപ്പോൾ അതാ കഴിച്ചൊക്കെ നോക്കിയിട്ട് ആള് സംഭവം അടിപൊളിയാണ്, സൂപ്പറാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം നമുക്ക് ഇനി കഴിച്ചു നോക്കാം. ആദ്യം ഞാൻ ബണ്ണ് ചായയിൽ ഡിപ്പ് ചെയ്യാതെയാണ് കഴിച്ചു നോക്കിയിട്ടുണ്ടായത്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു ചെറിയ പീസ് എടുത്തിട്ട് ചായയിൽ ഡിപ്പ് ചെയ്ത് കഴിച്ചു നോക്കിയതിന് ശേഷം ബാക്കി ഫുള്ളും ഞാൻ ഡിപ്പ് ചെയ്താണ് കഴിച്ചത്. എനിക്ക് കൂടുതലും ഡിപ്പ് ചെയ്ത് കഴിച്ചതാണ് ടേസ്റ്റ്. അപ്പൊ മധുരം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പൊ ഇത് ഇനിയും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പൊ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ ഇത്രയേ ഉള്ളൂ, ബൈ.